അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെയും ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെയും കുറേ ബേസിക്സ് നമ്മൾ എടുത്തത്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് വരികയാണ്. എന്നാലും ബേസിക്സ് തന്നെയാണ്. ഗ്യാസ് ഡൈനാമിക്സിൻ്റെ ബേസിക്സിലേക്കാണ് നടക്കുന്നത്. ഇതിലെടുക്കുന്ന ടോപ്പിക്സ് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എക്കോസ്റ്റിക് വെലോസിറ്റി എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ വെലോസിറ്റി. സൗണ്ട് വെലോസിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യം സൗണ്ട് എന്താണെന്നറിയാം. സൗണ്ട് എന്ന് വെച്ചാൽ ഒരു പ്രഷർ വേവ് ആണ്, അഥവാ വളരെ വീക്കല്ല, കുറച്ച് വീക്കായിട്ടുള്ളൊരു പ്രഷർ വേവാണ് നമ്മൾ സൗണ്ട്. ആ സൗണ്ടിൻ്റെ വെലോസിറ്റി അത് ഒരു ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. കാരണം ഫ്ലൂയിഡിൻ്റെ ഏത് ടൈപ്പ് ഫ്ലൂയിഡാണോ, ഏത് കണ്ടീഷൻസിലാണോ, അതായത് ടെമ്പറേച്ചർ, പ്രഷർ എന്നനുസരിച്ച് ആ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് ആ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂവിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് എക്കോസ്റ്റിക് വെലോസിറ്റി, സോണിക് വെലോസിറ്റി എന്ന് വെച്ചാൽ ഗ്യാസ് ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സെറ്റപ്പ് നോക്കാം. ഇതൊരു പൈപ്പാണ്. പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൽ സൗണ്ട് വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ പ്രഷർ പി, ഡെൻസിറ്റി റോ, സൗണ്ടിൻ്റെ വെലോസിറ്റി എ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു വീക്ക് വേവ് ഫോമിലൂടെ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്ക് വേവ് ഫോം കാരണം പ്രഷറിലും ഡെൻസിറ്റിയിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അത് എങ്ങനെ ഉണ്ടാകും നമ്മൾ അടുത്ത ഇതിൽ ഷോക്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടാവും, അതിൽ നേരം പറഞ്ഞുതരാം. അപ്പോൾ അന്നേരം പ്രഷർ, ഡെൻസിറ്റി, ടെമ്പറേച്ചർ എന്നുള്ള എല്ലാം ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ആ ഒരു വേരിയേഷൻ കാരണം ഈ പ്രോപ്പർട്ടീസ് വേരി ചെയ്യുമ്പോൾ അപ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി മാറും. ഓക്കെ, ഇനിയിപ്പോൾ അതിൽ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ വെച്ചിട്ട് എന്താണ്, മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, മാസ് ഫ്ലോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മാസ് ഫ്ലോ എന്ന് വെച്ചാൽ എം ഡോട്ടിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ റോ എ സി, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. സി എന്ന് വെച്ചാൽ വെലോസിറ്റിയാണ്. ഓക്കെ, ഇവിടെ സി എന്ന് പറയുമ്പോൾ എ. അപ്പോൾ റോ എ സി ഈ വേവിന് മുമ്പും ശേഷമുള്ളതും സെയിം ആയിരിക്കണം. അപ്പോൾ റോ എ ഈക്വൽ ടു റോ പ്ലസ് ഡി റോ, സെക്കൻഡ് പാർട്ടിലെ ഏരിയ സെയിം തന്നെ, എ പ്ലസ് ഡി എ, അതാണ് സെക്കൻഡ് പാർട്ടിലെ വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഏരിയയും ക്യാൻസലായി, രണ്ട് ഭാഗത്ത് സെയിം ആയി. ഓക്കെ, റോ പ്ലസ് ഡി റോ പിന്നെ എ പ്ലസ് ഡി എ നമ്മളതിപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ റോ എ ഉണ്ടാവും, പിന്നെ റോ ഡി എ ഉണ്ടാവും, പിന്നെ ഡി റോ എ ഉണ്ടാവും, ഡി റോ ഡി എ ഉണ്ടാവും. ഇതിൽ ഡി റോ ഡി എ എന്ന് വെച്ചാൽ വാല്യൂ വളരെ വളരെ സ്മോൾ ആയിരിക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഡി റോ വളരെ ചെറുതാണ്, ഡി എ വളരെ ചെറുതാണ്. അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ വാല്യൂ വളരെ 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 ചെറുതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഈ റോയും രണ്ട് സൈഡിലുണ്ട്, അത് രണ്ടും ക്യാൻസലാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ബാക്കി വരിക ഇതും പോയി. അപ്പോൾ റോ ഡി എയും ഡി റോ എയും മാത്രമേ ബാക്കിയുള്ളൂ. അതപ്പോൾ രണ്ട് സൈഡിലേക്ക് കൊണ്ടുപോയാൽ റോ ഡി എ ഈക്വൽ ടു മൈനസ് ഡി റോ എ വരും. ഓക്കെ, അപ്പോൾ ഡി എ അവിടെ വെച്ചു നമ്മൾ റോ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഡി എ ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ഡി റോ ബൈ റോ എന്ന് വരും. ഓക്കെ, ഈ റോ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു താഴോട്ടേക്ക്. ഓക്കെ, ഇനിയിപ്പോൾ അത് നമ്മളൊരു ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുന്നതാണ്. ഇനിയിപ്പോൾ മൊമെൻ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഡി എക്ക് വേണ്ടിയിട്ട് വേറൊരു ഇക്വേഷൻ കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പോയത്. ഓക്കെ, മൊമെൻ്റ് ഇക്വേഷനിൽ നിന്നാണ് ഫോഴ്സ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും, പ്രഷർ വേരിയേഷനും മൊമെൻറ്റം വേരിയേഷനും തമ്മിലുള്ള ഈക്വൽ ആയിരിക്കും. അപ്പോൾ പി എ മൈനസ് സെക്കൻഡ് പൊസിഷനിലുള്ള പി പ്ലസ് ഡി എ ഇൻറ്റു എ ഈക്വൽ ടു എം ഡോട്ടിൽ ഇൻറ്റു വെലോസിറ്റി. അതാണ് അതിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഡിഫറൻസ്. അപ്പോൾ എം ഡോട്ടിൻ്റെ വെലോസിറ്റിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ എ പ്ലസ് ഡി എ മൈനസ് ചെയ്യുന്നു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ എന്തായി, പി എയും പി എയും ഇവിടെ ക്യാൻസലാവും. പിന്നെ ഡി പി മൈനസ് ഡി പി എ മാത്രമേ ഇപ്പുറത്തെ ഭാഗത്തുണ്ടാവും. ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ എയും ക്യാൻസലായിട്ടാകുമ്പോൾ എം ഡോട്ട് ഡി എ മാത്രമേ ഉണ്ടാവും. എം ഡോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റോ എ സി ആണ്, ഇവിടെ റോ എ. അപ്പോൾ എം ഡോട്ട് നമ്മൾ അങ്ങനെ കൊടുത്താൽ മൈനസ് പി എ മൈനസ് ഡി പി എ ഈക്വൽ ടു റോ എ ഇൻറ്റു ഡി എ വരും. അപ്പോൾ ഈ ക്യാപിറ്റൽ എ രണ്ട് ഭാഗത്തും ഏരിയ ക്യാൻസലാവും സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഡി പി ഈക്വൽ ടു റോ എ ഡി എ എന്ന് കിട്ടും. അപ്പോൾ ഡി എ അവിടെ വെച്ചിട്ട് ബാക്കി രണ്ട് ഇപ്പുറത്തേക്ക് പോയാൽ മൈനസ് ഡി പി ബൈ റോ എ. ഇത് സെക്കൻഡ് ഇക്വേഷനായി. ഇപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഡി എ രണ്ട് ഭാഗത്തും സെയിം ആണ് എൽ എച്ച് എസിൽ. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം നോക്കിയാൽ മതി. റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും അപ്പോൾ സെയിം ആയിരിക്കണം. അപ്പോൾ എ ഇൻറ്റു ഡി റോ ബൈ റോ ഈക്വൽ ടു ഡി പി ബൈ റോ എ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റോ രണ്ട് ഭാഗത്തുകൊണ്ടുകൊണ്ട് അത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ എ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടായാൽ എ സ്ക്വയർ ഈക്വൽ ടു ഡി പി ബൈ ഡി റോ എന്ന് കിട്ടും. ഓക്കെ, ഇതെന്താണ്, ഇതൊരു ഫുള്ളായിട്ടൊരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. വേവിൽ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറോ ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് വേവ് ഒരു ഐസെൻട്രോപ്പിക്
പ്രോസസ്സാണ് എപ്പോഴും വേവിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത്. dp/d rho ഇൻറ്റു എസ് ഓഫ് വിത്ത് കോൺസ്റ്റൻറ്റ് എസ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ √dp/d rho അറ്റ് എസ് ആയിരിക്കും. ഇപ്പോൾ dp/d rho എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അത് നമ്മൾ ആദ്യം ഐസെൻട്രോപ്പിക് ഫ്ലോയിലേക്ക് പോകാം. ഐസെൻട്രോപ്പിക് ഫ്ലോയിൽ എന്താണ് പി ഇൻറ്റു അഥവാ അഡിയാബാറ്റിക് ഫ്ലോ പി ഇൻറ്റു വി റേസ് ടു ഗാമ കോൺസ്റ്റൻ്റ് ആണ്. അതും വി നമ്മൾ വി എന്ന് വെച്ചാൽ ഇവിടെ സ്പെസിഫിക് വോളിയാണ്, വോളിയം അല്ല. സ്പെസിഫിക് വോളിയത്തിൻ്റെ റിവേഴ്സ് എടുത്താൽ എന്താണ് ഡെൻസിറ്റി റോ. അപ്പോൾ p/ρ റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് കിട്ടും. അത് റോ റേസ് ടു ഗാമ നമ്മൾ പുറത്തേക്ക് പോയി കോൺസ്റ്റൻ്റ് k ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ p ഈക്വൽ ടു റോ റേസ് ടു ഗാമ ഇൻറ്റു k കിട്ടും. അത് രണ്ടു ഭാഗത്തും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ dp ഇവിടെ റോ ഗാമ റോ ഇൻറ്റു d rho വരും. k കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആക്കും. ഇപ്പോൾ നമ്മൾ ഈ d rho ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. k നമ്മൾ എന്നിട്ട് ഇവിടെ p/ρ റേസ് ടു ഗാമ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. k ഇവിടെ നമ്മൾ ഓൾറെഡി അറിയാം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ റോ ഗാമ ഇൻറ്റു റോ റേസ് ടു ഗാമ -1 p/ρ റേസ് ടു ഗാമ വരും. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് രണ്ടും തമ്മിൽ ഒരു റോൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ റോ എന്ന് കിട്ടും. റോ ഗാമ -1 അത് രണ്ടും ഇതായാൽ റോ റേസ് ടു 1 വരും. ഓക്കെ, അപ്പോൾ ഗാമ p/ρ കിട്ടും. ഓക്കെ, dp/d rho. ഇനിയിപ്പോൾ p/ρ എന്താണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മളൊരു കാര്യം അറിയാം, പി വി ഈക്വൽ ടു MRT ആണ്. അപ്പോൾ വി അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടായാൽ m/v അവിടെ റോ ആവും. അപ്പോൾ p ഈക്വൽ ടു ρRT എന്ന് കിട്ടും. അപ്പോൾ p/ρ എന്ന് വെച്ചാൽ RT എന്ന് കിട്ടും. ഓക്കെ, p ഈക്വൽ ടു ρRT. അപ്പോൾ p/ρ എന്ന് വെച്ചാൽ RT ആണ് നമുക്കറിയാം. അപ്പോൾ p/ρക്ക് നമ്മളിവിടെ RT എന്ന് കൊടുക്കും. അപ്പോൾ dp/d rho ഈക്വൽ ടു ഗാമ RT എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ a² അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a² ഈക്വൽ ടു ഗാമ RT. അതാണ് അക്കോസ്റ്റിക് വെലോസിറ്റീൻ്റെ അഥവാ സോണിക് വെലോസിറ്റി രണ്ടും സെയിം തന്നെ, അഥവാ സൗണ്ട് വെലോസിറ്റി. ഇതിനൊക്കെ വാല്യൂ ആണ് a ഈക്വൽ ടു √γ/RT അഥവാ a² ഈക്വൽ ടു ഗാമ RT. ഇനി നമുക്ക് മാക് നമ്പറിലേക്ക് കിടക്കാം. ഓക്കെ, മാക് നമ്പർ വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. റേഷ്യോ ഓഫ് വെലോസിറ്റി ഫ്ലൂയിഡ് വെലോസിറ്റി ടു അക്കോസ്റ്റിക് വെലോസിറ്റി അഥവാ സൗണ്ട് വെലോസിറ്റി. m ഈക്വൽ ടു c/a. c എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് വെലോസിറ്റി, a എന്ന് വെച്ചാൽ സൗണ്ട് വെലോസിറ്റി. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു എമ്മിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഫ്ലോ ഏത് ടൈപ്പാണെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പല ടൈപ്പ് ഫ്ലോസ് ഉണ്ട് ഗ്യാസ് ഡൈനാമിക്സിൽ. അപ്പോൾ നമ്മൾ മൂന്നായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ ഇത് എമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 അഥവാ സി എന്ന് വെച്ചാൽ ഇത് സൗണ്ടിൻ്റെ വെലോസിറ്റിയിൽ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യും. ഓക്കെ, അതിന് സോണിക് ഫ്ലോ എന്ന് പറയും. m ഈക്വൽ ടു 1 എന്ന് വരും, c ഈക്വൽ ടു a വരും. ഓക്കെ, ഇപ്പോൾ സൂപ്പർ സോണിക് ഫ്ലോ എന്ന് വെച്ചാൽ m എപ്പോഴും 1നും കാട്ടി ഹയർ ആയിരിക്കും, അഥവാ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി a-നും കാട്ടി വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് m ഗ്രേറ്റർ ദാൻ 1. സബ്സോണിക് ഫ്ലോ ആണെങ്കിൽ m എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി P3 കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. m ഇപ്പം 0.3നും കാട്ടി കുറവാണ്, അഥവാ സബ്സോണിക്കിൽ തന്നെ 0.3നും കാട്ടി കുറവാണെങ്കിൽ അതിന് നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്നാണ് വിളിക്കുക. അത് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ഇനിയിപ്പോൾ വേറെന്ന് വെച്ചാൽ 0.8നും 1.2നും, അതായത് സബ്സോണിക് സൂപ്പർ ഇതിൽ മൂന്നിനും വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഫ്ലോ കണ്ടീഷനിൽ ചില ലോക്കൽ ഏരിയാസിൽ മാത്രം സോണിക് ആവും, സൂപ്പർ സോണിക് വെലോസിറ്റി ഉണ്ടാവും, ചില ഏരിയാസിൽ സബ്സോണിക് വെലോസിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അതായത് 0.8 മാക് ഫ്ലോ ടോട്ടലായിട്ട് അസ്യൂം ഉള്ളൊരു ഫ്ലോയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റിൽ ചിലപ്പോൾ സൂപ്പർ സോണിക് 1.2 വരെ എത്താം, ചിലയിടങ്ങളിൽ സബ്സോണിക് റേഞ്ചിലേക്കും പോവാം. ഓക്കെ, ഇനിയിപ്പോൾ സൂപ്പർ സോണിക്കിലെ ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ് ഹൈപ്പർ സോണിക് ഫ്ലോ. അതെന്ന് വെച്ചാൽ 5നും കാട്ടി ഹയർ ഇതിലാണ്. അതിൽ പൊതുവേ മനുഷ്യർക്ക് താങ്ങാൻ കഴിയില്ല ആ ഒരു സ്പീഡ്. അതുകൊണ്ട് ഇത് അധികം അൺമാൻഡ് ആയിട്ടുള്ള വെഹിക്കിൾസിലൊക്കെയാണ് ഉപയോഗിക്കാറ്, ബ്രഹ്മോസ് മിസൈൽസിലൊക്കെ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് പറയാം. നമ്മൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലോ ഐസെൻട്രോപ്പിക്കലായിട്ട് സീറോ വെലോസിറ്റിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഫുൾ എനർജി അതിൻ്റെ എൻതാൽപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. കൈനറ്റിക് എനർജിയും എല്ലാ എനർജിയും കംപ്ലീറ്റ് ആയിട്ട് എൻതാൽപ്പി ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ സ്റ്റാഗ്നേഷനിലേക്ക് വരുമ്പോൾ ഐസെൻട്രോപ്പിക് ഫ്ലോനാവുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനായിട്ട് എഴുതാം. ഏതൊരു ഐസെൻട്രോപ്പിക് ഫ്ലോ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം. സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലേക്ക് വരുന്നതാവണമെന്നില്ല. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എച്ച് എന്താണ്, CP/T ആണ്. അപ്പോൾ എച്ച് CP/T ആണ്. അപ്പോൾ H നോട്ട് എന്ന് വെച്ചാൽ CP/T നോട്ട് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് CP/T കൊണ്ട് ഡിവൈഡ് ചെയ്തു.
അപ്പോൾ ഇവിടെ സി പി ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. ഇവിടെ സി പി ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ C²/2 CPT വരും. ഇവിടെ സി പി ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ CPയും കട്ടാവും, T0/T വരും. ഓക്കെ, ഇനിയിപ്പോൾ സി പി എന്താണ്? γR/γ-1 ആണ്. ഓക്കെ, സി പി എന്ന് വെച്ചാൽ സി പി =R+CV എന്നുണ്ട്. പിന്നെ γ=CP/CV ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇനിയിപ്പോൾ അത് ഈ CP γR/γ-1 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കിട്ടും. ഇവിടെ താഴെ സി പിയിൽ γR/T വരും, മുകളിൽ γ-1 മുകളിലും പോവും, γ-1 C². ഇപ്പോൾ ഇവിടെ നോക്കിയാൽ γR/T എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു A² ആണ് γR/T =. അപ്പോൾ നമ്മളവിടെ A² γR/T തൊട്ട് മുമ്പത്തെ നമ്മളിപ്പം പ്രൂവ് ചെയ്തതാണ് A² γR/T ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്താൽ എന്താവും? C²/2A² ആവും. 1 + γ-1 C²/2A² = T0/T. ഓക്കെ, അപ്പോൾ C²/A², C/A എന്ന് വെച്ചാൽ എന്താണ്? മാക് നമ്പറാണ്. മാക് നമ്പർ =C/A. അപ്പോൾ നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ M² ആവും. 1 + γ-1/2 C²/A² M² ആയി T0/T. ഓക്കെ, ഇതാണ് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഓക്കെ, T0 അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണിത്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു രീതിയിലേക്ക് കണ്ടുപിടിക്കാം. നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷറും സ്റ്റാഗ്നേഷൻ ഡെൻസിറ്റിയും കണ്ടുപിടിക്കാൻ ഇനിയും എളുപ്പമാണ്. ഇത് T0/T കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്കറിയാം P/T⁻⁻⁻⁻1 കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം P/T⁻⁻⁻⁻1 P0/T0⁻⁻⁻1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? P0/P എന്താ? T0/T⁻⁻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 
1+Γ-1/2 ഇൻറ്റു എം സ്ക്വയർ ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P0/P ഈക്വൽ ടു 1+Γ-1/2 എം സ്ക്വയർ ഹോൾ റേസ് ടു Γ/Γ-1 എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഡെൻസിറ്റിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് P/ρ റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ഇവിടെ അതുപോലെ ഉപയോഗിച്ചാൽ നമുക്ക് P0/P ഈക്വൽ ടു ρ0/ρ ഹോൾ റേസ് ടു ഗാമ വരും. അപ്പോൾ ρ0/ρ ഈക്വൽ ടു P0/P ഹോൾ റേസ് ടു 1/Γ വരും. അപ്പോൾ ഇത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഗാമയും കട്ടായി പോയിട്ട് നമുക്ക് ഇങ്ങനെ 1/Γ-1 വരും. ഓക്കെ, ഉള്ളിലത്തെ സെയിം തന്നെ ആയിരിക്കും മൂന്നിലും. ഇപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ സൗണ്ട് വെലോസിറ്റി എന്ന് വെച്ചാൽ A0 ആണ്. അപ്പോൾ A0² എന്ന് വെച്ചാൽ Γ/T0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ വാല്യൂ ടെമ്പറേച്ചറും ഫ്ലൂയിഡ് എന്താണെന്നും മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇതിൽ നോക്കിയാൽ ഗാമയും ആറും ഫ്ലൂയിഡിനെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, T0 T എന്ന് വെച്ചാൽ ഫിസിക്കൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ Γ/T 3 വാല്യൂസിൽ മാത്രമാണ് A ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗാമയും ആറും ഫ്ലൂയിഡ് ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. T എന്ന് വെച്ചാൽ ഫിസിക്കൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് A ഒരു പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ പല ടൈപ്പ് ഫ്ലോ പറഞ്ഞു, സോണിക്, സബ്സോണിക്, സൂപ്പർ സോണിക് എന്നിട്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സബ്സോണിക് ഫ്ലോ. ഇനിയിപ്പോൾ നമുക്കൊരു കാർ എടുക്കാം. ആ കാർ ഇങ്ങനെ അതായത് സൗണ്ട് വെലോസിറ്റിനെ കാട്ടി കുറവായിട്ടുള്ളൊരു സ്പീഡിലാണ് ഈ കാർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തി, 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഇവിടെ എത്തി, 3 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്തി. അപ്പോൾ 3 സെക്കൻഡ് കഴിഞ്ഞാൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ A/3 ആയിരിക്കും, അഥവാ A/T. AT ആണ് ഇത്, എന്താണ് വെലോസിറ്റി ഇൻറ്റു ടൈമാണ് നമ്മൾ ഡിസ്റ്റൻസ്. അപ്പോൾ സൗണ്ട് ഇവിടെ ഈ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ AT ആയിരിക്കും. ഓക്കെ, ഈ ടോട്ടൽ കാർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെലോസിറ്റി ഇൻറ്റു T, അത് C ആയിട്ട് എടുത്താൽ CT ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരിക. AT എന്ന് വെച്ചാൽ ഈ ഒരു പോയിൻ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ കാർ അന്നേരം ആ ഒരു 0 ടൈമിൽ ഉണ്ടാക്കിയ സൗണ്ട് ഇത്രയും ഡിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് എത്തുന്ന പോയിൻ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് പോവും. ഇതെന്ന് വെച്ചാൽ A ഇൻറ്റു ഈ ഒരു ടൈം ഡിഫറൻസ്, അതായത് 2 സെക്കൻഡ്, ഇവിടെ ആണെങ്കിൽ 3 സെക്കൻഡ്,
അപ്പോൾ ഇതെന്ന് വെച്ചാൽ 3 A ആയിരിക്കും, ഇതെന്ന് വെച്ചാൽ 2A ആയിരിക്കും. ഇത് ഈ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നാൽ പിന്നെ 1 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ A×1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കാറ് എപ്പോഴും ഈ ഒരു സൗണ്ടിനെയും കാട്ടി സ്ലോ ആയിട്ടാണ് നമ്മൾ പോവുക. അതാണല്ലോ സബ്സോണിക് വെലോസിറ്റി. സബ്സോണിക് ആകുമ്പോൾ എന്താണ്, മാക് നമ്പർ 1 കാട്ടി കുറവാണ്. ഫ്ലൂയിഡിൻ്റെ ഫ്ലോ അഥവാ നമ്മളെ ഒബ്ജക്റ്റിൻ്റെ ഫ്ലോ സൗണ്ടിനെയും കാട്ടി കുറേ കൂടി സ്ലോവറാണ്. അപ്പോൾ എപ്പോഴും സൗണ്ട് ഈ നമ്മളെ ഫ്ലൂയിഡ് ഒബ്ജക്റ്റിനെയും കാട്ടി കുറേ കൂടി ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു കാറ് പോകുമ്പോൾ സബ്സോണിക് ആണെങ്കിൽ നമ്മളെ മുമ്പിൽ ആളുണ്ടെങ്കിൽ ആളെപ്പോഴും നമ്മൾ വണ്ടി എത്തുന്നതിന് മുമ്പ് നമ്മളെ വണ്ടീൻ്റെ ഒച്ച ആകും. ഇവിടെ എപ്പോഴും CT എപ്പോഴും 8 കാട്ടി കുറവായിരിക്കും, കാരണം C എപ്പോഴും A കാട്ടി കുറവായിരിക്കും. എന്നാൽ സോണിക് ഫ്ലോയിലേക്ക് പോവാം. സോണിക് ഫ്ലോ എന്ന് വെച്ചാൽ Cയും Aയും വാല്യൂ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂവും ഈ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈ ഒരു സൗണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾക്കിപ്പോൾ നോക്കാം, ഇപ്പോൾ നമ്മൾ സോണിക് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റാണെന്ന് വെച്ചോ, കുറച്ച് ടൈം കഴിയുമ്പോൾ ഏകദേശം ഇവിടെ എത്തി, 4 സെക്കൻഡ് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് സെയിം വെലോസിറ്റി ആയതുകൊണ്ട് സൗണ്ടും ഇതും ഏകദേശം ഒരേ ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്യുക. ഏകദേശം അല്ല, സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും സൗണ്ടും നമ്മളെ ബോഡിയും. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ വലിയ സർക്കിൾ ഈ നമ്മളെ ഇനീഷ്യൽ പൊസിഷനിലുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ സെക്കൻഡ് പൊസിഷനിലുണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ആണ്. ഇത് തേർഡ് പൊസിഷനിലുണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് ആണ്. എല്ലാം നമ്മൾ ഈ ബോഡീനെ ഒരുമിച്ചുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ മുമ്പിലുണ്ടെങ്കിൽ ഈ ബോഡി അതിൻ്റെ തൊട്ടടുത്തെത്തിയാലേ തൊട്ടടുത്തല്ല, ആ ബോഡി സൈഡിലെത്തിയാലേ നമ്മൾ ആ ഒരു ബോഡി എടുത്തെത്തിയെന്ന് അറിയൂ. അതായത് ഇതിലെന്ന് വെച്ചാൽ നമ്മളെ ഇതിൻ്റെ ഈ സൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ ഉള്ളിലായിരിക്കും എപ്പോഴും ബോഡി. ഇതിലെപ്പോഴും ഏരിയ ഓഫ് ഇൻഫ്ലുവൻസിൻ്റെ ബൗണ്ടറിയിലാണ് ബോഡി ഉണ്ടാവുക സോണിക് ഫ്ലോയിൽ. ATയും CTയും സെയിം ആണ്. അപ്പോൾ Aയും Cയും സെയിം ആണ്, മാക് നമ്പർ 1 ആയതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സൂപ്പർ സോണിക് കേസിലേക്ക് നമുക്ക് പോവാം. സൂപ്പർ സോണിക് നമുക്കിപ്പോൾ ഒരു സൂപ്പർ സോണിക് ജെറ്റ് ഉണ്ട് ഇവിടെ. അത് കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. സൂപ്പർ സോണിക്കിൽ എന്താണ്, നമ്മളെ സൗണ്ട് വെലോസിറ്റിയും കാട്ടി കുറേ കൂടി ഫാസ്റ്ററായിട്ടാണ് നമ്മളെ ഒബ്ജക്റ്റ് ഓഫ് ഗ്യാസും മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൂപ്പർ സോണിക് ഇതിൽ പോവുകയാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഈ ആ ഒരു ഇത്രയും എടുത്ത ടൈമിൽ സൗണ്ട് മൂവ് ചെയ്ത ഏരിയ ആണ്. ഇത്രയും ഏരിയൻ്റെ ഉള്ളിൽ ഉള്ള ആൾക്കാർക്ക് ഈ ജെറ്റിനെ കുറിച്ച് കേൾക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഇത്രയും ഏരിയയിൽ ആ ഒരു ഇത് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയയിൽ കേൾക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഓരോ പോയിൻ്റ്, ഇതിൻ്റെ ഇടയിലുള്ള ഓരോ പോയിൻറ്റിലെയും പോയിൻ്റ് എടുത്ത് നോക്കിയാൽ ഈ ഒരു ഏരിയ 2 ലൈനിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഏരിയ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ള ഏതൊരാൾക്കും ഈ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് കേൾക്കാൻ കഴിയും, അഥവാ ഈ ഒബ്ജക്റ്റ് ഉണ്ട് നമ്മൾ അറിയാൻ കഴിയും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്. ഇതിനെ നമ്മൾ മാക് കോൺ എന്ന് പറയും. ഈ ആ ഒരു കോണിക്കൽ ഷേപ്പ് നമ്മൾ 3D നോക്കിയാൽ ഒരു കോൺ ഷേപ്പ് ഉണ്ടാവും, ആ ഒരു ഏരിയ ഓഫ് ഇൻഫ്ലുവൻസ്. അതിപ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ഫ്ലൈറ്റിന് ചുറ്റും ഒരു ഷേപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എപ്പോഴും നമുക്ക് നോക്കിയാൽ മതി സൗണ്ടിനും കാട്ടി ഫാസ്റ്ററായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇത് നമ്മളിപ്പോൾ ഇതൊരു റിയലിസ്റ്റിക് കേസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു സൂപ്പർ സോണിക് പോകുന്ന ഇത് ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ സൈഡിലൂടെ പോവുകയാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ തെറിച്ചു, പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും ഫാസ്റ്റിലൊരു സൂപ്പർ സോണിക് ഫ്ലോയിൽ പോവുകയാണെങ്കിൽ അത് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൗണ്ട് കേൾക്കും. ഓക്കെ, സൗണ്ടിനും കാട്ടി വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുന്നത് ഇതാണ്. ആ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു 2 വേവ് ഫ്രണ്ടിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സൗണ്ട് മൊത്തം ഉള്ളത്. ഓക്കെ, ഈ വേവ് ഫ്രണ്ട് നമ്മൾ മാക് വേവ് എന്ന് വിളിക്കും. ഓക്കെ, ഈ മാക് വേവിൻ്റെ ഉള്ളിലുള്ള 3D സർഫസിനെ നമ്മൾ മാക് കോൺ എന്ന് വിളിക്കും. അതുപോലെ ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഇതുണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ മാക് ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ മാക് ആംഗിൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. നമ്മൾ വളരെ സിമ്പിളാണ്. ഈ ഒരു പോയിൻ്റ് നമ്മളിവിടെ നോട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 3 പോയിൻറ്റും വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ വെക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ BC, ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ AC.
ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ബി സി ബൈ എ സി ആയിരിക്കും. ബി സി എന്താണ്? ഈ എ ടി, ഈ ഒരു ഡയമീറ്റർ, അപ്പോൾ അത് എ ടി ആണ്, സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. എ സി എന്ന് വെച്ചാൽ ഈ ബോഡി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, അപ്പോൾ അത് സി ഇൻറ്റു ടി ആണ്. ഓക്കെ, അപ്പോൾ ടിയും ടിയും ക്യാൻസൽ ചെയ്യാൽ എ ബൈ സി എന്ന് കിട്ടും. നമുക്ക് വേറൊരു കാര്യം അറിയാം, സി ബൈ എ എന്ന് വെച്ചാൽ മാക് നമ്പറാണ്, അപ്പോൾ 1/m കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ എന്താണ്? സൈൻ ഇൻവേഴ്സ് 1/m എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മാക് ആംഗിൾ ആണ്. മാക് ആംഗിൾ എന്ന് വെച്ചാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/m. എഫക്റ്റ് ഓഫ് മാക് നമ്പർ ഓൺ പ്രഷർ കോഫിഷ്യൻറ്റ്. നമുക്കിനി ഇതിലേക്ക് കടക്കാം. പ്രഷർ കോഫിഷ്യൻറ്റിൽ മാക് നമ്പറിൻ്റെ എഫക്റ്റ്. പ്രഷർ കോഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ കാണാം എന്താണെന്ന്. മാത്തമാറ്റിക്കലി എന്ന് വെച്ചാൽ സ്റ്റാഗ്നേഷൻ പ്രഷർ മൈനസ് സ്റ്റാറ്റിക് പ്രഷർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു സ്പീഡ് ഓഫ് സൗണ്ട് സ്ക്വയർ, സ്പീഡ് ഓഫ് ഫ്ലൂയിഡ് സ്ക്വയർ ബൈ 2. ഇതാണ് പ്രഷർ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻകംപ്രസിബിൾ ഫ്ലോന് പ്രഷർ കോഫിഷ്യൻ്റ് 1 ആണ്. നമുക്കിപ്പം പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ബെർണോൾസ് ഇക്വേഷനിൽ നമുക്കറിയാം പി പ്ലസ് റോ സി സ്ക്വയർ ബൈ 2 പ്ലസ് റോ ജി സെഡ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം, എന്താണ്? റോ ഇവിടെ സെഡ് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഗ്യാസ് ഡൈനാമിക്സ് എപ്പോഴും പൊതുവെയുള്ള എല്ലാ പ്രോബ്ലംസിലും നമ്മൾ സെഡ് കോൺസ്റ്റൻ്റ് ആണ്, സെഡിൻ്റെ ഡിഫറൻസ് ഒക്കെ സെയിം ആണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മൾ റോ ജി സെറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താൽ ഇത് ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് റോ സെയിം ആണ്, ജി എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഇത് ഒരു വാല്യൂ ആണെങ്കിൽ അത് മൈനസ് ചെയ്തെടുത്താൽ അത് വീണ്ടും കോൺസ്റ്റൻ്റ് തന്നെയാണ്. അതുകൊണ്ട് പി പ്ലസ് റോ സി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് നമുക്ക് എഴുതാം. അത് നമ്മൾ പി നോട്ടായി എടുക്കുന്നു. കാരണം സി ഇപ്പോൾ ഇത് 0ലേക്ക് പോവുകയാണെങ്കിൽ പി ഹയസ്റ്റ് പ്രഷറിലേക്ക് എത്തും, അത് പി നോട്ടായി നമുക്ക് എടുക്കാം. അതപ്പോൾ പി നോട്ട് ഇവിടെ കൊടുക്കുക, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ പി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി പി നോട്ട് മൈനസ് പി ഈക്വൽ ടു റോ സി സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ റോ സി സ്ക്വയർ ബൈ 2ൻ്റെ പരം എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോൾ ഇത് അടിയിലേക്ക് പോയാൽ പി നോട്ട് മൈനസ് പി ഡിവൈഡ് ബൈ റോ സി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1 കിട്ടും. അതാണ് നമുക്കെന്ത്? പ്രഷർ കോഫിഷ്യൻറ്റ്. അതുകൊണ്ട് ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ പ്രഷർ കോഫിഷ്യൻറ്റ് 1 ആണ്. ഇത് ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ മാത്രമാണ് ബെർണോൾസ് ഇക്വേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ അങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ കംപ്രസിബിൾ ഫ്ലോയിലേക്ക് കിടക്കാം. ഓക്കെ, കംപ്രസിബിൾ ഫ്ലോയിൽ എപ്പോഴും സി പിൻ്റെ വാല്യൂ 1നെ കാട്ടി കൂടുതലേക്കും. അതിൻ്റെ പ്രൂഫിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ കംപ്രസിബിൾ ഫ്ലോയിൽ നമുക്കറിയാം എന്താണ്? ഐസെൻട്രോപ്പിക് റിലേഷൻ ഉണ്ട്. എന്ത്? കംപ്രസിബിൾ ഫ്ലോയിൽ റോ പി നോട്ട് ബൈ പി ഈക്വൽ ടു 1 പ്ലസ് ഗാമ മൈനസ് 1/2 ഇൻറ്റു എം സ്ക്വയർ ഹോൾ റേസ് ടു ഗാമ ബൈ ഗാമ മൈനസ് 1. ഇത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണ നമ്മളെ കംപ്രസിബിൾ ഫ്ലോൻ്റെ റിലേഷൻ ഈക്വൽ ടു എച്ച് പ്ലസ് സി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എച്ച് നോട്ടും പിന്നെ ഐസെൻട്രോപ്പിക് റിലേഷൻസും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം, ഈ ഒരു ഭാഗം നോക്കിയാൽ 1 പ്ലസ് ഇതൊരു എക്സ് ആയിട്ട് എടുത്താൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ൻ്റെ ഒരു ഫോമില ഉള്ളത്. അത് ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കിയാൽ ഇങ്ങനെ കിട്ടും. 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെ പോവും. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു ഗാമ മൈനസ് 1/2 ഇൻറ്റു എം സ്ക്വയർ, n എന്ന് വെച്ചാൽ ഗാമ ബൈ ഗാമ മൈനസ് 1. സോ നമുക്കറിയാം എന്ത്? പി നോട്ട് ബൈ പി ഈക്വൽ ടു ടി നോട്ട് ബൈ ടി ഹോൾ റേസ് ടു ഗാമ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തറിയാം? 1 പ്ലസ് ഗാമ മൈനസ് 1/2 ഹോൾ റേസ് ടു എം സ്ക്വയർ ഗാമ ബൈ ഗാമ മൈനസ് 1. ഓക്കെ, ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ പോലെ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു n ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് പ്ലസ് n ഇൻറ്റു n മൈനസ് 1/2 എം സ്ക്വയർ 2 ഫാക്ടോറിയൽ പ്ലസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഹോൾ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് അങ്ങനെ പോകും. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ എക്സ് എന്ന് വെച്ചാൽ ഗാമ മൈനസ് 1/2 ഇൻറ്റു എം സ്ക്വയർ ഈ ടേം, n എന്ന് വെച്ചാൽ ഇത്. അപ്പോൾ n എന്ന് വെച്ചാൽ ഈക്വൽ ടു ഗാമ ബൈ ഗാമ മൈനസ് 1. ഓക്കെ,
ഇപ്പോൾ n മൈനസ് വണ്ണിൻ്റെ വാല്യൂ എത്രയാണ്? ഗാമ ബൈ ഗാമ മൈനസ് വൺ ഈക്വൽ ടു എന്താവും? ഗാമ ബൈ ഗാമ മൈനസ് വൺ ഹോള് മൈനസ് ഗാമ മൈനസ് വൺ വരും, ഈക്വൽ ടു 1 ബൈ ഗാമ മൈനസ് വൺ കിട്ടും. ഓക്കെ, ഗാമയും ക്യാൻസൽ ആയി പോകും. ഇപ്പോൾ 1 മാത്രം ബാക്കി. അതുപോലെ n മൈനസ് ടു എന്താ വരിക? ഗാമ ബൈ ഗാമ മൈനസ് വൺ മൈനസ് ടു ഈക്വൽ ടു ഗാമ മൈനസ് ടു ഇൻറ്റു ഗാമ മൈനസ് വൺ ഡിവൈഡ് ബൈ ഗാമ മൈനസ് വൺ. അപ്പോൾ ഈ ഗാമ ക്യാൻസൽ ആവും, ഒരു ഗാമയും പോവും. അപ്പോൾ ടു മൈനസ് ഗാമ ബൈ ഗാമ മൈനസ് വൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് n ആയി, n മൈനസ് വൺ ആയി, n മൈനസ് ടു ആയി. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ പി നോട്ട് ബൈ പി എത്രയായി? ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് എന്ന് പറയുമ്പോൾ n ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്ര? ഇത് ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ പ്ലസ് ഇനിയിപ്പോൾ സെക്കൻഡ് ടേം ഇതായി. ഇനിയിപ്പോൾ ഈ ടേമിലേക്ക് പോവാം. ആദ്യം n. ഓക്കെ, n എന്ന് പറയുമ്പോൾ ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് വൺ, പിന്നെ n മൈനസ് വൺ. n മൈനസ് വൺ നമുക്ക് എത്ര കിട്ടിയത്? 1 മൈനസ് ഗാമ 1 ബൈ ഗാമ മൈനസ് വൺ, 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് വൺ, പിന്നെ എം സ്ക്വയർ. എം സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര? എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തെന്ത് എഴുതാം? തേർഡ് ഭാഗം n ഗാമ ബൈ ഗാമ മൈനസ് വൺ, n മൈനസ് വണ്ണ് 1 ബൈ ഗാമ മൈനസ് വൺ, പിന്നെ n മൈനസ് ടു 2 മൈനസ് ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു എക്സ് ക്യൂബ് ഈക്വൽ ടു ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ ഹോൾ ക്യൂബ്. ഇവിടെ 1/2 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 1/3 ഫാക്ടോറിയൽ പ്ലസ് ഹയർ പവേഴ്സ്. ഓക്കെ, സോ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. ഈ വൺ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തായി? പി നോട്ട് ബൈ പി മൈനസ് വൺ ഈ വൺ ഇപ്പുറത്തേക്ക് നമ്മൾ പോയി. അപ്പോൾ പി നോട്ട് ബൈ പി മൈനസ് വൺ വന്നു ഈക്വൽ ടു ഗാമ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ഇത് നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി ഗാമ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എം സ്ക്വയർ പ്ലസ് ഇത് അങ്ങനെ തന്നെ എഴുതുന്നു ഗാമ ഡിവൈഡ് ബൈ ഇത് രണ്ടും ഇതാക്കിയാൽ ഗാമ മൈനസ് വൺ ഹോൾ സ്ക്വയർ വരും. ഇത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താവും? ഗാമ മൈനസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ അഥവാ ഗാമ മൈനസ് വൺ ബൈ ഹോൾ സ്ക്വയർ ബൈ ടു സ്ക്വയർ എന്ന് എഴുതാം. കറക്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ ഇൻറ്റു എം സ്ക്വയർ ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ പ്ലസ് ഇത് എഴുതാം. മുകളിലത്തെ ടേംസ് മാത്രം നോക്കാം. അപ്പോൾ മുകളിലത്തെ ടേം ഗാമ ഇൻറ്റു 2 മൈനസ് ഗാമ വരും. താഴെ എല്ലാം ഗാമ മൈനസ് വൺ ആണ്. അപ്പോൾ ഗാമ മൈനസ് വൺ 3 വന്നു, ഗാമ മൈനസ് വൺ ഹോൾ ക്യൂബ് വന്നു. പിന്നെ ഇത് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഗാമ മൈനസ് വൺ ബൈ ടു ഹോൾ ക്യൂബ്. അപ്പോൾ ഗാമ മൈനസ് വൺ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ ടു ക്യൂബ് ഇൻറ്റു എം സ്ക്വയർ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് ഇതിനിപ്പോൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ ഭാഗത്താണെങ്കിൽ പി ഇത് കോമൺ ആയിട്ട് എടുത്താൽ പി നോട്ട് മൈനസ് പി ബൈ പി ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഗാമ മൈനസ് വൺ ക്യാൻസൽ ആവും ഈക്വൽ ടു ഗാമ ബൈ ടു എം സ്ക്വയർ മാത്രം ബാക്കി ഒന്നാമത്തെ ടേമിൽ. രണ്ടാമത്തെ ടേം നോക്കിയാൽ ഗാമ മൈനസ് വൺ സ്ക്വയറും ക്യാൻസലായി. അപ്പോൾ ഇവിടെയും ഗാമ മാത്രമേ ഉള്ളൂ ബൈ
2 സ്ക്വയർ, അപ്പോൾ ഗാമ ബൈ 4 ഇൻറ്റു 2 ഫാക്ടോറിയൽ വീണ്ടും 2 ഇൻറ്റു 4 ഈക്വൽ ടു 8 വരും. ഇപ്പോൾ എം സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4, അപ്പോൾ എം റേസ് ടു 4 വരും. പ്ലസ് ഇവിടെ നോക്കിയാൽ ഗാമ മൈനസ് 1 ഹോൾ ക്യൂബും ഗാമ മൈനസ് 1 ഹോൾ ക്യൂബും കട്ടാവും. ഓക്കെ, പിന്നെ ബാക്കി വരുന്ന ഗാമ ഇൻറ്റു 2 മൈനസ് ഗാമ ഡിവൈഡ് ബൈ 2 ക്യൂബ് 8 ഇൻറ്റു 3 ഫാക്ടോറിയൽ 6, അപ്പോൾ 8 ഇൻറ്റു 6 ബൈ ഈക്വൽ ടു 48. എം സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 3 എം റേസ് ടു 6 വരും പ്ലസ് ഹയർ പവേഴ്സ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, എല്ലാത്തിലും ഈ ഒരു ടേം കോമൺ ആണ്. ഇതിലെല്ലാം നോക്കിയാൽ ഗാമ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ, അപ്പം നമ്മളത് പുറത്തേക്ക് എടുക്കുകയാണ്. ഗാമ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ. ഓക്കെ, അപ്പോൾ പുറത്തെടുത്താൽ ഒന്നാമത്തെ ടേമിൽ ഫുള്ളായിട്ട് പുറത്തെടുത്തപ്പോൾ 1. രണ്ടാമത്തെ ടേമിൽ ഗാമയും പോയി ഇവിടുന്ന് 2 ആയാലും 1/4 വരും. എം സ്ക്വയറിൻ്റെ അത് എടുത്താൽ വീണ്ടും ഇവിടെ എം സ്ക്വയർ വരും ഡിവൈഡ് ബൈ, അപ്പോൾ 4 ആയി. ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ നമുക്കിത് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ ഗാമ പോയി, അപ്പോൾ 2 മൈനസ് ഗാമയായി ഡിവൈഡ് ബൈ 48 എന്ന് 2 പോയാൽ 24. ഓക്കെ, ഇനി എം റേസ് ടു 6 എന്ന് എം സ്ക്വയർ പുറത്ത് പോയാൽ എത്രയായി? എം റേസ് ടു 4 ആയി പ്ലസ് ഹയർ പവേഴ്സ്. ഓക്കെ, ഇനിയിപ്പോൾ ഈക്വൽ ടു എന്തായി? P0 മൈനസ് പി ബൈ പി വരും. ഇനി പി ഭാഗം നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ P0 മൈനസ് പി ബൈ പി ഇൻറ്റു ഗാമ ബൈ 2 എം സ്ക്വയർ ഈക്വൽ ടു എന്തായി? 1 പ്ലസ് എം സ്ക്വയർ ബൈ 4 പ്ലസ് 2 മൈനസ് ഗാമ ബൈ 24 ഇൻറ്റു എം റേസ് ടു 4 പ്ലസ് ഹയർ പവേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും നമ്മൾ ഈ ഭാഗം മാത്രം ഇപ്പം നമ്മൾ നോക്കുന്നു. അപ്പോൾ പി ഇൻറ്റു ഗാമ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ. നമുക്കറിയാം പി വി ഈക്വൽ ടു എം ആർ ടി ആണ്. അപ്പോൾ ഇ വി നമ്മൾ ഇടത്തേക്ക് പോകുന്നു, അപ്പോൾ പി ഈക്വൽ ടു എം ബൈ വി ഇൻറ്റു ആർ ടി എന്ന് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എം ബൈ വി എന്നാണ് ഈക്വൽ ടു റോ ആണ്, ഈക്വൽ ടു റോ ആർ ടി എന്ന് കിട്ടും. പിന്നെ അപ്പോൾ റോ ആർ ടി നമുക്ക് ഇവിടെ കൊടുക്കാം, ഈക്വൽ ടു റോ ആർ ടി ഇൻറ്റു ഗാമ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഗാമ ആർ ടി അതിൻ്റെ വാല്യൂ എന്നാ? എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ഈക്വൽ ടു ഗാമ ആർ ടി നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മൾ ഇടത്തേക്ക് കൊടുത്തു. അപ്പോൾ ഈക്വൽ ടു എന്താ? റോ ഇൻറ്റു എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ. ഓക്കെ, അപ്പോൾ എം സ്ക്വയർ എന്താ? എം ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ സി ഈക്വൽ ടു എ ഇൻറ്റു എം. എ സ്ക്വയർ ഇൻറ്റു എം സ്ക്വയർ അപ്പോൾ സി സ്ക്വയർ എന്ന് കിട്ടും, ഈക്വൽ ടു റോ ഇൻറ്റു സി സ്ക്വയർ ബൈ 2. ഈ ഹോൾ ടേം ഇപ്പോൾ സി സ്ക്വയറായി മാറി. ഓക്കെ, ഇതിനിപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ? P0 മൈനസ് പി ബൈ പി ഇൻറ്റു ഗാമ ബൈ 2 ഇൻറ്റു എം സ്ക്വയർ റോ സി സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം, ഈക്വൽ ടു എന്ത് എഴുതാം? 1 പ്ലസ് എം സ്ക്വയർ ബൈ 4 പ്ലസ് 2 മൈനസ് ഗാമ ബൈ 24 ഇൻറ്റു എം റേസ് ടു 4 പ്ലസ് അങ്ങനെ ഉണ്ടാവും. ഇത്രയും നോക്കിയാൽ എന്തായി? ഇതാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് പ്രഷർ നമ്മൾ വിളിക്കാം. ഓക്കെ, ഇത് നമ്മൾ സി പി എന്ന് വിളിക്കും. അപ്പോൾ സി പി നോക്കിയാൽ 1 പ്ലസ് ആണ് ഇത് മൊത്തം വരും, ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സി പിൻ്റെ വാല്യൂ കംപ്രസിബിൾ ഫ്ലോയിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നമുക്ക് വേണ്ടിക്കൽ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് മാക് നമ്പറുമായിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് മാക് നമ്പറിൽ വരുന്ന മാറ്റം കാരണമുള്ള സി പിൻ്റെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ നമുക്ക് മാക് നമ്പർ പെർസെൻറ്റേജ് ഡീവിയേഷൻ നോക്കാം. 1 എന്നുള്ള പെർസെൻറ്റേജ് ഡീവിയേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും എന്ത്? എമ്മിൻ്റെ വാല്യൂ എപ്പോഴും 0നും കാട്ടി മുകളിലാണ്.
1ൻ്റെ താഴെയും 1ൻ്റെ മുകളിലും ഉണ്ട്, പക്ഷേ എപ്പോഴും 0നും കാട്ടി ഹയർ ആയിരിക്കും എമ്മിൻ്റെ വാല്യൂ. ഓക്കെ, സി പിയും അതുകൊണ്ട് എപ്പോഴും 1ൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ മാക് നമ്പർ പല ഇത് നോക്കിയാണ് 0.1 മുതൽ 0.7 വരെ നമ്മളിങ്ങനെ നോക്കിയായിരുന്നു. മാക് നമ്പർ മാറ്റം വരുമ്പോൾ 1ൽ നിന്നുള്ള ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 0.1ൽ 0.25% ഡീവിയേഷൻ ഉണ്ട് 1 നിന്ന്. അപ്പോൾ 1 + 0.25 ഓഫ് 1, ഇപ്പോൾ 1.25 ഏകദേശം വരും ഈ വാല്യൂ. അപ്പോൾ 0.2 എടുത്താൽ നേരെ ഡബിളായി. ഓക്കെ, പെർസെൻറ്റേജ് ഡീവിയേഷൻ 1% ആയി. പിന്നെ 0.3 2.2% ഡീവിയേഷൻ വന്നു. ഓക്കെ, പിന്നെ 0.4 എത്തിയാൽ പിന്നെ ഡീവിയേഷൻ ഇങ്ങനെ കൂടി നല്ലോണം കൂടാൻ തുടങ്ങും. 4 ആയി, പിന്നെ 6 ആയി, പിന്നെ 9 ആയി, 14, 12 ആയി. ഇപ്പോൾ 0.3 വരെ ഏകദേശം ഡീവിയേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡീവിയേഷനാണ്. 0.25 2.2 ഏകദേശം ആ ഒരു ഇതുവരെ നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡീവിയേഷനാണ്. അതുകൊണ്ട് ഇതിൽ നമുക്കിപ്പം പ്രഷർ കോഫിഷ്യൻറ്റിൽ വലിയ മാറ്റമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വിളിക്കും. അതായത് കംപ്രസിബിലിറ്റി ഏകദേശം വലിയ മാറ്റമില്ല എന്നുള്ളൊരു അസംപ്ഷൻ നടത്തുന്നു ഈ ഒരു വാല്യൂയിലുള്ള മാറ്റം കാരണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ 0.3 വരെ ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം.